ഇടത് സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി നടൻ രവീന്ദ്രൻ. ഊരാളുങ്കൽ ലേബർ സൊസൈറ്റി ഉപയോഗിച്ച് സർക്കാർ വലിയ അഴിമതി നടത്തിയെന്നും കുതന്ത്രങ്ങളിലൂടെ LDF തുടർ ഭരണത്തിന് വരാൻ ശ്രമിക്കുന്നുവെന്നും രവീന്ദ്രൻ പറഞ്ഞു. ഗണേഷ് കുമാറിന്റെ കഴിവിൽ KSRTC രക്ഷപ്പെട്ടിട്ടില്ലെന്നും തൊഴിലാളികളെ പിരിച്ചുവിട്ടാണ് ലാഭത്തിലേക്ക് എത്തിയതെന്നും രവീന്ദ്രൻ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. മലയാളികളുടെ പ്രിയപ്പെട്ട നടൻ രവീന്ദ്രൻ ചേട്ടനാണ് ന്യൂസ് മലയാളത്തിനൊപ്പം ചേരുന്നത്. അദ്ദേഹത്തിന് രാഷ്ട്രീയമുണ്ട്. രവീന്ദ്രൻ, ഇപ്പോൾ അങ്ങ് സിനിമാ ലോകത്ത് സെലക്റ്റീവായി സിനിമ അഭിനയിക്കുന്ന ഒരാളാണ്. ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് കാലമാണ് കേരളത്തിൽ നടക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ എന്ത് ബദലാണ് കേരളത്തിൽ വരേണ്ടത്? അങ്ങ് രാഷ്ട്രീയം പറയുന്ന ഒരാളായതുകൊണ്ട്. തീർച്ചയായിട്ടും ഇന്നിപ്പോൾ UDF മുമ്പിലേക്ക് വെച്ചിരിക്കുന്ന ഈ 5 ഗ്യാരണ്ടി തന്നെ അത് കേരളം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയൊരു ഗ്യാരണ്ടിയാണ്. നടക്കാൻ പോണ പദ്ധതികളാണ് ഈസി ആയിട്ട് അത് എന്ത് ഞാൻ ചോദിക്കട്ടെ, ഇത് പ്രാവർത്തികമാക്കിയതാണ്. ഇപ്പം ഇത് രാജസ്ഥാനിലെ പ്രാവർത്തികമാക്കിയിട്ടുണ്ട് ഇൻഷുറൻസ് അല്ലേ? ഇതേ കോൺഗ്രസ് തന്നെയല്ലേ? അതേ കോൺഗ്രസ് തന്നെയല്ലേ ഈ കാര്യങ്ങൾ സംസാരിച്ചത്? അതേ രാഹുൽ ഗാന്ധി തന്നെയാണല്ലോ സംസാരിച്ചത്. ഇതേ സൗജന്യ യാത്ര വന്നിട്ട് തെലുങ്കാനയിലും കർണാടകയിലും ചെയ്യാൻ സാധിച്ചത്. അതൊക്കെ വലിയ നഷ്ടത്തിൽ പ്രവർത്തിച്ച അവസാനം നിർത്തേണ്ടി വന്നെന്നാണ് പ്രതിപക്ഷ ആരോപണം. അത് നിർത്തിയിട്ടില്ലല്ലോ, നിർത്തേണ്ടി വരുമെന്നല്ലേ. 1.5 ലക്ഷം കോടിയാണ് കഴിഞ്ഞ 10 വർഷം വരെയുള്ള എല്ലാ ഗവൺമെന്റും ഉണ്ടാക്കിയ ഒരു കടം. അല്ല, ഗണേഷ് കുമാർ വളരെ രീതിയിൽ വലിയ ലാഭത്തിലാക്കിയെന്നൊരു അഭിപ്രായം അങ്ങക്കുണ്ടോ? അല്ല, എനിക്ക് അങ്ങനെ വലിയ അഭിപ്രായമൊന്നുമില്ല. ലാഭത്തിൽ എങ്ങനെ ആക്കിയേക്കണേ? തൊഴിലാളികളെ പിരിച്ചു വിട്ടിട്ട് അപ്പോൾ ആ ശമ്പളം വന്നിട്ടുള്ളതിനകത്തേക്ക് കുറച്ച് ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. LDF ഈത്താന വളരെ കുതന്ത്രങ്ങളിലൂടെ കാര്യം തേടിയത്. ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഞാൻ വളരെ സൂക്ഷ്മമായിട്ട് പറയുന്നത്, ഇന്ന് ഏറ്റവും ഇന്ന് UDF വരികയും തീർച്ചയായിട്ടും വെക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ കോൺട്രാക്ട് പണം മുഴുവൻ ഊരാളുകൾ എന്താണ്? ഈവൻ്റ് കമ്പനിയാണോ? ഇപ്പം IMS സംഘത്തിൻ്റെ ഈവൻ്റ് കാര്യങ്ങൾ ഏറ്റെടുത്തു. അതോ കോൺട്രാക്ടേഴ്സാണോ? ഒരു മൾട്ടിനാഷണൽ കോൺട്രാക്റ്റാണ്. മനസ്സിലായോ? സാധാരണ ഒരു സഹകരണ സംഘം എന്ന് പറയുന്ന പോലെ അല്ലല്ലോ അത് പ്രവർത്തിക്കുന്നത്. എല്ലാം ഏതെടുത്താലും 1 രൂപ എന്നൊക്കെ പറഞ്ഞ പോലെ ഏതെടുത്താലും ഊരാളുകളാണ്. അപ്പോൾ ഈ 6 ലക്ഷം കോടി രൂപയിൽ എത്ര ലക്ഷം കോടി രൂപയാണ് ഈ വികസനം എന്ന പേരിൽ ഊരാളുകളിലേക്ക് പോയിരിക്കുന്നത്? തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ആഗ്രഹം UDF, അദ്ദേഹത്തിന്റെ കേരളത്തിന്റെ ആഗ്രഹം കൂടി UDF അധികാരത്തിൽ വരണമെന്നാണ് കലാകാരനായി അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. എന്തായാലും CR മഹേഷിന്റെ പ്രചാരണ വേദിയിൽ എത്തിയപ്പോഴാണ് ന്യൂസ് മലയാളത്തിനോടൊപ്പം അദ്ദേഹം ഈ രാഷ്ട്രീയ ആശയം പങ്കുവച്ചത്. ക്യാമറ പേഴ്സൺ വിജീഷിനൊപ്പം ഷമീർ, ന്യൂസ് മലയാളം, കൊല്ലം.